നമസ്കാരം. സൈക്കോപാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജോയിസ്റ്റിക്കിനെ പറ്റിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ജോയിസ്റ്റിക് മോഡ്യൂൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ജോയിസ്റ്റിക്. ഇപ്പം ഇത് നമുക്ക് കിട്ടുന്നത് ഏകദേശം 2 പാർട്ടായിട്ടായിരിക്കും, ഒരു രീതിയിലായിരിക്കും. ഇതിൻ്റെ പിൻ ഔട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഒരു 5 വോൾട്ട് ഉണ്ട്, ഒരു VRXും VRY, അതായത് X ആക്സിസ് Y ആക്സിസിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പം നമുക്കിതിൽ പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് അനലൈസ് ചെയ്യാം. ഇതിൽ എന്തൊക്കെ വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ X ആക്സിസ് ഈ ഒരു മൂവ്മെന്റ് ആയിരിക്കും, Y ആക്സിസ് ഈ ഒരു മൂവ്മെന്റ് ആയിരിക്കും. പ്രസ് ചെയ്യുമ്പോഴായിരിക്കും സ്വിച്ച് വരിക, ഒരു രീതിയിലായിരിക്കും മിക്കാറും. അപ്പോൾ ഏതായാലും നമ്മളാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ പിന്നൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പത്തെ എല്ലാ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇതിൽ പറയുന്ന കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ എപ്പിസോഡുകൾ എല്ലാവരും കണ്ടിരിക്കണം. അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ആ എപ്പിസോഡുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർട്ടിലും ഇട്ടിട്ടുണ്ട്. അവിടെ ഞെക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് പിന്നുകൾ ഡിഫൈൻ ചെയ്യാം. പിന്നുകൾ ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പം 5 വോൾട്ട് എന്ന് പറയുന്നതും ഗ്രൗണ്ട് എന്ന് പറഞ്ഞ 2 പിന്നുകൾ നമ്മൾ അർഡിനോയിൽ നിന്ന് ഡയറക്റ്റ് കൊടുത്താൽ മതി. അത് ഈ മോഡ്യൂൾ വർക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. നമുക്ക് വേണ്ട സിഗ്നൽ എക്സും വൈയും ആണ്. എക്സ് പിന്ന് നമുക്ക് A0 ആയിട്ട് കൊടുക്കാം. ഇത് ഫുൾ ഇൻപുട്ട് ആണ്. വൈ പിൻ നമുക്ക് A1 ആയിട്ട് കൊടുക്കാം. അതുപോലെ ഇനി നമുക്ക് സ്വിച്ച് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എസ് പിൻ എന്ന് നമുക്ക് കൊടുക്കാം. എസ് പിൻ നമുക്ക് A2 ആയിട്ട് കൊടുക്കാം. അപ്പം ഈ 3 പിന്നുകൾ നമ്മൾ ചെയ്തു. ഇത് അനലോഗ് പിൻ ആയതുകൊണ്ട് അനലോഗ് ഡീഫോൾട്ടിലി നമുക്ക് ഇൻപുട്ട് ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ പിൻ മോഡിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ സംഗതി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വേറെ ഏതെങ്കിലും ഡിജിറ്റൽ പിന്നുകളായിരുന്നു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇൻപുട്ട് ആണെന്നൊന്ന് മെൻഷൻ ചെയ്യേണ്ടി വന്നേനെ. നമ്മൾ ആദ്യം സീരിയൽ മോണിറ്ററിലാണ് ഇതൊക്കെ ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്യാം. serial.begin 9600 എന്ന് പറഞ്ഞ ബാൻഡ് റേറ്റ് നമ്മൾ കൊടുത്തു. അപ്പോൾ സീരിയൽ മോണിറ്റർ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യാം. അപ്പം ഞാൻ അതിനായിട്ട് 3 വേരിയബിൾ ഉണ്ടാക്കിയാണ്. പ്ലോട്ട് X, Y അതുപോലെ Z എന്ന് 3 ഇതാണ് ഉണ്ടാക്കുന്നത്. Z വേണ്ട, XY സ്വിച്ചിന് S കൊടുക്കാം. അപ്പം 3 വേരിയബിൾ ഉണ്ടാക്കി. ഞാൻ X ഈക്വൽ ടു അനലോഗ് റീഡ്, അനലോഗായുള്ള ഒരു ഡാറ്റ റീഡ് ചെയ്യാൻ അനലോഗ് റീഡ് ഓഫ് X പിൻ കൊടുക്കുന്നു. X പിൻ എന്നുള്ള ഡാറ്റ Xൽ സ്റ്റോർ ആവും. അതുപോലെ Y ഈക്വൽ ടു അനലോഗ് റീഡ് ഓഫ് Y പിൻ കൊടുക്കുന്നു. വൈയിലെ നമ്മൾക്ക് Y പിന്നിൻ്റെ അകത്തുള്ള ഡാറ്റ Y എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്വിച്ച്, അപ്പോൾ സ്വിച്ചിന് ഞാൻ കൊടുത്ത വേരിയബിൾ S ആണ്. S ഈക്വൽ ടു അനലോഗ് റീഡ് ഓഫ് S പിൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം സ്വിച്ചിലെ റീഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യാം. ഓക്കെ, serial.print നമുക്ക് ആദ്യം X ഡാറ്റ എന്ന് കൊടുക്കാം. ഒരു കോളൻ ഇട്ടിട്ട് നമുക്ക് അടുത്തതിൽ ആ വേരിയബിൾ കൊടുക്കാം. ആ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് X എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. അപ്പം X എന്ന് പറഞ്ഞ X ഡാറ്റ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. അതിൻ്റെ അപ്പുറത്ത് ഈ പറഞ്ഞ റീഡ് ചെയ്ത വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പം അതുപോലെ നമുക്ക് വൈയുടെയും സ്വിച്ചിൻ്റെയും എല്ലാം കൊടുക്കാം. വൈ ഡാറ്റ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഈ വൈ ഡാറ്റ X ഡാറ്റ എന്നൊക്കെയുള്ള മെസ്സേജ് ആണ്. ഈ Xും Yയും അതുപോലെ S എന്ന് പറഞ്ഞ 3 വേരിയബിളിലായിരിക്കും ഈ പറഞ്ഞ ഡാറ്റ കിടക്കുന്നത്. നമുക്കൊരു ചെറിയ ഡിലേ കൊടുക്കാം. അത് വേറൊന്നിനുമല്ല, നമുക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, കണക്ഷൻ്റെ അകത്തേക്ക് വരാൻ നേരത്ത് നമ്മൾ ബ്രെഡ് ബോർഡിന്റെ സർക്യൂട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ആ ഏരിയ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നേരെ ബ്രെഡ് ബോർഡിൻ്റെ ഈ ഒരു നെഗറ്റീവിൻ്റെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ഗ്രൗണ്ടിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ 5 വോൾട്ട് അങ്ങനെ എല്ലാ പിന്നും ഞാൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, 5 വോൾട്ട് എന്ന് പറഞ്ഞ പിന്നെ ഞാൻ നേരെ ഈ 5ലേക്ക് കണക്ട് ചെയ്യുന്നു. ബാക്കി 3ഉം Arduino ബോർഡിലേക്കുള്ള സിഗ്നലുകളാണ്. ഇപ്പോൾ 3 സിഗ്നലുകളാണ് നമുക്കുള്ളത്. അപ്പോൾ 3 സിഗ്നലുകൾ ഞാൻ ഈ ജമ്പർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണ്. 3 സിഗ്നലുകൾ ഏതൊക്കെ പിന്നിൽ കണക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ പേരിലുള്ള പിന്നുകളിൽ കണക്ട് ചെയ്താൽ മതി. പ്രോഗ്രാമിൽ ഞാൻ കൊടുത്തിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് A0യിലേക്കാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ പിന്നെ ഞാൻ A0യിലേക്ക് കണക്ട് ചെയ്യുന്നു. എക്സ് ഞാൻ A0യിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ Y എന്ന് പറഞ്ഞ പിന്നെ ഞാൻ A1ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്ത പിന്നെ സ്വിച്ചിൻ്റെ പിന്നെ ഞാൻ A2യിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കണക്ഷൻസ് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ അർഡിനോയിൽ നിന്നുമുള്ള വോൾട്ടേജ് ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അർഡിനോയിലെ 5 വോൾട്ടിൻ്റെ പിന്നെ ഞാൻ കണക്ട് ചെയ്യുന്നു. ഈ ബ്രെഡ് ബോർഡിൻ്റെ ഈ ഒരു സെക്ഷനിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ ഗ്രൗണ്ടും കൂടെ ഞാൻ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സർക്യൂട്ടിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ. ഒരു സമയം ഒരു ഡാറ്റ എന്ന രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഒരു സമയം ഒരു ഡാറ്റ എന്ന രീതിയിൽ ഇപ്പം എക്സ് ഡാറ്റ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പ്രോഗ്രാം ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം 513 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് വരുന്നത്. ഞാൻ ഈ ജോയ്സ്റ്റിക്കിൻ്റെ ഇത് മുന്നോട്ട് നീക്കുന്നതനുസരിച്ച് വാല്യൂവിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇത് ഫുള്ളിൽ എത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് 1023 കിട്ടും. നമ്മൾ പയ്യെ കുറച്ച് വരുവാണ്. അപ്പോൾ കുറച്ച് വരാൻ നേരത്ത് അതിനനുസരിച്ച് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഡൗണിലാണെങ്കിൽ 0യും ഏറ്റവും ടോപ്പിലാണെങ്കിൽ 1023 ആയിരിക്കും. നമ്മൾ അനലോഗ് റീഡിൽ അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാണ്. 513 റേഞ്ചാണ് സെൻറ്ററിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ചെറിയ നീക്കുന്നതനുസരിച്ച് അതിനനുസരിച്ച് മാറുന്നുണ്ട്. അതുപോലെ പയ്യെ ബാക്കിലേക്കാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചും അനലോഗായിട്ട് ഡാറ്റ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയും Y ഡാറ്റ ഇതുപോലെ പ്രിന്റ് ചെയ്യാം. എക്സ് ഡാറ്റ ഒഴിച്ച് മാറ്റിയിട്ട്. അപ്പോൾ Y ഡാറ്റയാണ് ഇപ്പം ഞാൻ പ്രിന്റ് ചെയ്യുന്നത്. ഞാനിത് ലെഫ്റ്റിലേക്ക് നീക്കുകയാണ്. ഓക്കെ, അപ്പം ലെഫ്റ്റിൽ ടോപ്പിൽ 1023 റൈറ്റിൽ 0യും കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പയ്യെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡാറ്റയിൽ വേരിയേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ അനലോഗ് ആയിട്ടാണ് ഡാറ്റ കിട്ടുന്നത്. ഇനി നമുക്ക് സ്വിച്ചിൻ്റെയും കൂടി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സ്വിച്ചിൻ്റെ ഞാൻ അനലൈസ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ റൺ കൊടുക്കുന്നു. സീരിയൽ മോണിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിൻ്റെ 200 സംതിങ് ആണ് വരുന്നത്. ഒരു പ്രസ് ചെയ്യുമ്പോൾ അത് 0 ആവുന്നുണ്ട്. പ്രസ് ചെയ്യാത്തപ്പോൾ 250. ഇത് ഏകദേശം ഒരു ഡിജിറ്റലിൻ്റെ എഫക്റ്റ് ആണ്. നമുക്ക് അനലോഗായി വേരിയായ ഡാറ്റ കിട്ടുകയില്ല. നമുക്കിവിടെ അനലോഗ് റീഡ് മാറ്റിയിട്ട് വേണമെങ്കിൽ ഡിജിറ്റൽ റീഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ പ്രോഗ്രാം അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ റീഡ് കൊടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എക്സിൻ്റെ മാത്രം വേണമെങ്കിൽ ഒന്ന് ഡിജിറ്റൽ റീഡ് കൊടുക്കാം. എക്സിൻ്റെ ഡിജിറ്റൽ റീഡാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് എക്സ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും, എവിടം വരെ എത്തുമ്പോഴായിരിക്കും ഈ ഡിജിറ്റൽ റീഡ് അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം 1 ആണ് നമുക്ക് കിട്ടുന്നത്. പയ്യെ നീക്കുന്നുണ്ട്, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ഡിജിറ്റൽ റീഡ് ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ ഈ ഒരു സംഗതിയിൽ ഡിജിറ്റൽ റീഡ് ആപ്ലിക്കബിൾ അല്ല. ഡിജിറ്റൽ റീഡ് ആ സ്വിച്ചിന്റെ കേസിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഈ എക്സ് ആക്സിസ് വേരി ചെയ്യുന്ന ഏരിയയിൽ ഞാൻ ഡിജിറ്റൽ റീഡ് കൊടുത്തപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സെൻട്രൽ പൊസിഷനും 1 ആയിട്ടാണ് കാണുന്നത്, ടോപ്പ് പൊസിഷനും 1 ആയിട്ടാണ് കാണുന്നത്, ഡൗൺ മാത്രമായിരിക്കും 0. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ അനലോഗ് റീഡ് ആയിരിക്കും ഇതിൽ ഉപയോഗിക്കാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ സ്വിച്ചിന്റെയും കൂടി ഏതായാലും ഒന്ന് ചെക്ക് ചെയ്യാം ഡിജിറ്റൽ റീഡ് ആയിട്ട്. ഓക്കെ, സ്വിച്ചിന്റെയാണ് ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സ്വിച്ചിന് നമുക്ക് ഡിജിറ്റൽ റീഡ് എന്ന് പറഞ്ഞ രീതിയിൽ പറ്റത്തില്ലെങ്കിൽ നമുക്ക് അനലോഗ് റീഡ് വെച്ച് തന്നെ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതിയാവും. 0 ആണ് വരുന്നത്.
ഓക്കെ. ഓക്കെ, സ്വിച്ചിലും ഡിജിറ്റൽ റീഡ് ഒരുവിധം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഫുൾ അനലോഗ് ആയുള്ള രീതിയിൽ അനലൈസ് ചെയ്താൽ മതിയാവും. അതായിരിക്കും കുറച്ചുകൂടി നല്ല മാർഗം. അനലോഗ് റീഡ് ആയിരിക്കും നല്ലത്. നമ്മളെല്ലാം ഇപ്പോൾ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് സെൻട്രലിൽ 512 എന്നാണ് കിട്ടിയത്. ഇപ്പം ഇത് വെച്ച് നമുക്ക് ഇനി ഓരോ LED എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പം ആദ്യം ഞാൻ എൻ്റെ 3 LED ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ LED 1. അപ്പം 4 LED ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ലെഫ്റ്റിലേക്കും, ഒന്ന് റൈറ്റിലേക്കും, ഒന്ന് ടോപ്പ് ഡൗണ്, അങ്ങനെ പിന്നെ സ്വിച്ചിനായിട്ടൊരു LED. അപ്പം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം LED 1 ഞാൻ 13 എന്ന് കൊടുക്കുന്നു. ഡിഫൈൻ LED 2. ഓക്കെ, നമുക്ക് അതിലും കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ഒറ്റയടിക്ക് 4 LED അങ്ങ് ഡിഫൈൻ ചെയ്യാം. ഇൻറ്റ് LED ഓഫ് 4 ഈക്വൽ ടു 13, 12, 11, 10. അപ്പം നമ്മൾ 4 LED ഡിഫൈൻ ചെയ്തു. ഇനി ഇതിന് നമുക്ക് പിൻ മോഡ് സെറ്റ് ചെയ്യണം. 4 ഇൻറ്റ് I. ഈ ഒരു രീതിയൊക്കെ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. I ഈക്വൽ ടു 0, I ലെസ് ദാൻ 4, I പ്ലസ് പ്ലസ് പിൻ മോഡ് LED ഓഫ് I ഔട്ട്പുട്ട്. LED നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ എൻ്റെ 13ാമത്തെ പിന്നിലെ LED കൊടുക്കാൻ പോകുന്നത്. അത് എക്സ് ആക്സിസിന്റെ ഒരു ഇതിലാണ്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ, ഇപ്പം നമുക്ക് 512 ആണ്. അപ്പം നമുക്ക് 700 കൊടുക്കാം. 700 പൊക്കത്താണെന്നുണ്ടെങ്കിൽ ആ LED ഓൺ ആകണമെന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു LED 700 മുകളിലാണെങ്കിൽ ഓൺ ആയിരിക്കും. ഓക്കെ, ഡിജിറ്റൽ ഓഫ് LED ഓഫ് 0. അപ്പോൾ ആദ്യത്തെ LED ആണ്. LED ഓഫ് 0 ഓൺ ആയിരിക്കും. അപ്പം ആ ഒരു LED ഓൺ ആയിരിക്കും. അതേപോലെ തന്നെ ഈ എക്സ് ആക്സിസിലെ 2 LED ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ LED ഓഫ് ആയിരിക്കും. റീഡ് അല്ല, സോറി, റൈറ്റ് ആണ് എഴുതേണ്ടത്. രണ്ടാമത്തെ LED ലോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ എൽസ് ഇഫ് പാർട്ടിൽ എഴുതുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കൺട്രോളർ ഒരു 300 താഴെ പോയി കഴിഞ്ഞാൽ, അപ്പൊ ലെസ് ദാൻ 300 എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചായിരിക്കണം സംഭവിക്കേണ്ടത്. ഇവിടെ ഓൺ ആയിരിക്കുന്ന LED ഓഫ് ആയിരിക്കണം, അതുപോലെ ഓഫ് ആയിരിക്കുന്ന LED ഓൺ ആയിരിക്കണം. അപ്പം ഞാനിവിടെ 1ഉം ഇവിടെ 0യും കൊടുക്കുന്നു. അപ്പം രണ്ടും തിരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു കാര്യത്തിൽ എൽസ് ആണെന്നുണ്ടെങ്കിൽ, ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 LED ഓഫ് ആയിരിക്കണമെന്നാണ് കമാൻഡ്. 2 LED ഓഫ് ആക്കാം. അപ്പം ഈ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ ഡാറ്റ, അതായത് എക്സ് പിന്നിൽ നിന്നും റീഡ് ചെയ്യുന്ന ഡാറ്റ 700 പൊക്കത്താണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ LED ഓഫ് ആയിരിക്കും, ഓൺ ആയിരിക്കും. രണ്ടാമത്തെ LED ഓഫ് ആയിരിക്കും. അതേപോലെ അത് 300 താഴെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ LED ഓൺ ആയിരിക്കും, ആദ്യത്തെ LED ഓഫ് ആയിരിക്കും, രണ്ടാമത്തെ LED ഓൺ ആയിരിക്കും. അതുപോലെ ഇത് രണ്ടുമല്ലാത്ത, ഇതിന്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 2 LED ഓഫ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. അതുപോലെ നമുക്ക് എക്സും വൈയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് വൈയിലേക്ക് ആക്കുകയാണ്. ഞാനിവിടെ ചെയ്യുന്നത് ഈ വേരിയബിൾ വൈ ആക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ LED നമ്പറിങ്ങും ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പം 0, 1 ആയിരുന്നു കൊടുത്തത്. അപ്പം നമുക്കിവിടെ 2, 3 കൊടുക്കാം. 2, 3 കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു പരിപാടി റെഡിയായി. ഇതിപ്പോൾ അറേയുടെ കൺസെപ്റ്റ് ആണ്. അറേയുടെ എപ്പിസോഡ് കാണാത്തവർക്ക് ഇത് മനസ്സിലാകുകയില്ല. അപ്പൊ ഇനി നമുക്ക് സ്വിച്ചിന്റെയും കൂടെ ചെയ്യാം. അപ്പോൾ സ്വിച്ചിന്റെ എന്ന് പറഞ്ഞാൽ എസ് ഡാറ്റ, ഓക്കെ, എസ് കൊടുത്താൽ മതി. എസ് ലെസ് ദാൻ 100. എസ് 100 താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ LED ഓൺ ആയിരിക്കണം. അപ്പം നമ്മളതിന് 4ാമത്തെ, ഓക്കെ,
ഓക്കെ, നമുക്കിവിടെ 5 LED ആക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇത് 9 ആക്കാം. അതുപോലെ അത് വരുമ്പോൾ ഇവിടെ 5 ആക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ LED ഓൺ 100-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത്. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ആയാൽ മതി. നമുക്ക് ഹൈ കൊടുക്കാം. അതുപോലെ ഇതിന്റെ എൽസ് പാർട്ടിൽ നമുക്ക് ലോ കൊടുക്കാം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ LED കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ഈ LED എല്ലാം ഞാൻ ആദ്യം ഗ്രൗണ്ട് ചെയ്യുകയാണ്. ഇനിയല്ല പിന്നുകളിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ LED ഞാൻ 13ാമത്തെ പിന്നിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ എഴുതിയ പോലെ തന്നെ നമുക്ക് എല്ലാ പിന്നിലേക്കും കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിലേതെങ്കിലും ജമ്പറൊക്കെ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുകയില്ല. അപ്പോൾ അതൊക്കെ ശരിക്കും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇവിടെ എന്തോ ചെറിയ എറർ വന്നിട്ടുണ്ട്. വേറെ ഒന്നും ഈ ബ്രാക്കറ്റിന്റെ പ്രശ്നമാണ്. ഈ ബ്രാക്കറ്റ് നമുക്ക് ഒഴിവാക്കാം. ആവശ്യമില്ലാത്ത ബ്രാക്കറ്റ് വന്നാണ് ആ ഒരു പ്രശ്നത്തിന് കാരണമായത്. ഈ ബ്രാക്കറ്റൊക്കെ ഒഴിവാക്കിയാൽ മതി. ഓക്കെ, ഇനി അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ മുകളിലേക്ക് ഞെക്കാൻ നേരത്ത് ആ LED ഓൺ ആകുന്നുണ്ട്. താഴത്തേക്ക് ഞെക്കാൻ നേരത്ത് ആ റെഡ് LED ഓൺ ആകുന്നുണ്ട്. ഇത് കാണാൻ ചെറിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ആ LED ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റ് ഞെക്കാൻ നേരത്ത് അതിൻ്റെ ഇപ്പുറത്ത് LED ഓൺ ആകുന്നുണ്ട്. റൈറ്റ് ഞെക്കുമ്പോൾ അടുത്ത LED ഓൺ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടീഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് ഞെക്കുമ്പോൾ ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഞെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടോ, റൈറ്റ് ഞെക്കുമ്പോൾ ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. പുഷ് ഞെക്കുമ്പോൾ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പ് ഡൗണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടീഷൻ അനുസരിച്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലിനെ പറ്റിയാണ്. അപ്പം ആ ചാനൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു കുക്കറി ചാനലാണ്. ഏകദേശം നല്ല രീതിയിൽ തന്നെ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമല്ലേ, വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ചെയ്തു നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനൽ നോക്കുക. മലയാളം കുക്കിംഗ് ഹബ്ബ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ലൊരു എപ്പിസോഡുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.